സോ നിങ്ങൾ അതൊന്ന് പ്രിൻ്റ് ഔട്ട് എടുത്ത് വൺ സ്പൈറലാക്കി വെച്ച് ക്ലാസ്സസ് കൂടെ കേൾക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ബി എഫിഷ്യൻറ്റ്. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിനി കൺവെൻഷണൽ മെത്തേഡ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ ടോപ്പിക് എടുത്ത് CITS, അപ്രന്റിഷിപ്പ്, ITA ബ്ലെൻഡഡ് ലേണിംഗ്, TOT ബ്ലെൻഡഡ് ലേണിംഗ്, ഭാരത് സ്കിൽസ് ഫോറംസ് എന്നൊക്കെ പറഞ്ഞ് ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ബുക്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനകത്ത് സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്, അതുപോലെ തന്നെ എംപ്ലോയബിലിറ്റി സ്കില്ലുണ്ട്. വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ് എടുത്തു കഴിഞ്ഞാൽ സെമസ്റ്റർ 1 കണ്ടോ, ഇയർ 1. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ PWD ഇറിഗേഷൻ ഓവർസീ ഗ്രേഡ് 2 നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്രേഡ് 2 എക്സാമും ഗ്രേഡ് 3 എക്സാമും എല്ലാം നമുക്കിപ്പം കഴിഞ്ഞ എക്സാംസ് ഒക്കെ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചിരിക്കുന്ന നിമിന്നാണല്ലേ. അപ്പം നിമി ബേസ്ഡ് ആയിട്ടാണ്, അല്ലെങ്കിൽ അതിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് അതുപോലെ എടുത്തിട്ടൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതും. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിനി കൺവെൻഷണൽ മെത്തേഡ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ ടോപ്പിക് എടുത്ത് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് റെഫർ ചെയ്ത് പഠിക്കുന്ന മെത്തഡോളജി മാറ്റി വെച്ചാൽ മാത്രമേ ഓവർസീ ഗ്രേഡ് 2 ഗ്രേഡ് 3 പരീക്ഷകൾക്ക് നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. സോ നമ്മുടെ റെഫറൻസ് ബുക്ക് എന്ന് പറയുന്നത് ITയുടെ ടെക്സ്റ്റ് ബുക്കായ ITയുടെ സ്റ്റാൻഡേർഡ് ബുക്കായ നിമിയെ ബേസ് ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോൾ നമുക്ക് നിമിയെ എങ്ങനെ, നമ്മൾ നിമി ബേസ്ഡ് ആണ് നമ്മുടെ എൻട്രിയിലെ ഓവർസീ ഗ്രേഡ് 2 ഗ്രേഡ് 3 ക്ലാസ്സസ് എങ്കിലും നിങ്ങൾക്കിപ്പം സെൽഫ് സ്റ്റഡി നടത്തുമ്പോൾ, അതായത് നമ്മൾ ക്ലാസ്സസ് കേട്ട് അതിൻ്റെ കൂടെ നിമിയിൽ മാർക്ക് ചെയ്ത്, നിമിക്കകത്ത് കുറച്ച് തെറ്റുകളുണ്ട്. അതായത് ആക്ച്വലി ആ ബുക്സിനകത്ത് ചില വാല്യൂസിലൊക്കെ കുറച്ച് ഡിഫറൻസുകളും തെറ്റുകളും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കറക്റ്റാക്കിയാണ് നമ്മുടെ നിമിയുടെ ക്ലാസ്സസ് നമ്മുടെ ആപ്പിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾ അതൊന്ന് പ്രിൻ്റ് ഔട്ട് എടുത്ത് വൺ സ്പൈറലാക്കി വെച്ച് ക്ലാസ്സസ് കൂടെ കേൾക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ബി എഫിഷ്യൻറ്റ്. അപ്പം നിമി ബേസ്ഡ് ആയിട്ട് തന്നെ പഠിക്കണം. ഓവർസീ ഗ്രേഡ് 2 ഗ്രേഡ് 3 ക്ലാസ്സസ് കംപ്ലീറ്റ്ലി നിമി ബേസ്ഡ് ആയിട്ട് പഠിക്കണം. നിമി ബുക്ക് അല്ലാതെ വേറൊരു ബുക്ക് വെച്ചിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഗ്രേഡും തേർഡ് ഗ്രേഡും ഓവർസീറും ക്വാളിഫൈ ചെയ്യാൻ പറ്റത്തില്ല. മാത്രമല്ല നമുക്കിപ്പോൾ കഴിഞ്ഞ എക്സാംസിൽ അല്ലാതുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓഫ് കോഴ്സ് നമ്മൾ നിമിയുടെ ബുക്ക് വായിച്ചില്ലെങ്കിലും ഒരു ജനറൽ ഐഡിയ വെച്ച് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷെ ഒരു 40 ക്വസ്റ്റ്യനോളം നമുക്ക് നിമിയിൽ നിന്ന് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ 40 ക്വസ്റ്റ്യൻസ് ബാക്കി എല്ലാവരും അത് വെച്ച് പഠിക്കുമ്പോൾ നമ്മൾ ബാക്കിലായിപ്പോവും. സോ ഇന്ന് തന്നെ നിമിയുടെ ബുക്ക് വെച്ച് നമുക്ക് പഠിക്കാം. അപ്പോൾ അതിന് മുന്നേ നിമിയുടെ ബുക്ക് വെച്ച് എങ്ങനെ പഠിക്കും, എവിടെ നിന്ന് കിട്ടും ഈ ബുക്ക്, അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ഗൂഗിളിൽ പോയിട്ട് നിങ്ങൾക്ക് ഭാരത് സ്കിൽസ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഭാരത് സ്കിൽസ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഭാരത് സ്കിൽസ് https bharatskills.gov.in എന്ന് പറയും. ആ ഫസ്റ്റ് കാണുന്ന ലിങ്ക് തന്നെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. യു ക്യാൻ ക്ലിക്ക് ഓൺ ദാറ്റ്. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പോകുന്ന പേജ് ഇതാണ്. ഭാരത് സ്കിൽസിൻ്റെ ഒഫീഷ്യൽ പേജിലേക്കാണ് പോകുന്നത്. ഡയറക്ടറേറ്റ് ജനറൽ ടേണിംഗ് DGT എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാം. ഇവിടെ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. CTS, CITS, അപ്രന്റിഷിപ്പ്, ITA ബ്ലെൻഡഡ് ലേണിംഗ്, TOT ബ്ലെൻഡഡ് ലേണിംഗ്, ഭാരത് സ്കിൽസ് ഫോറംസ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ കാണാം. സ്കിപ്പ് ടു മെയിൻ കണ്ടന്റ് എന്നൊക്കെ പറഞ്ഞ് കാണാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ITA സ്റ്റുഡൻസ് ആൻഡ് ട്രെയിനേഴ്സ് ലേണിംഗ് പോർട്ടലാണ്. നമുക്കറിയാം ITA ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനും നിങ്ങൾക്ക് വീഡിയോ ക്ലാസ്സസ് കാണണമെങ്കിൽ താഴെ വീഡിയോ ക്ലാസ്സസും ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ പല ലാംഗ്വേജസ് ഉണ്ട്. ലാംഗ്വേജസ് ഒക്കെ സെലക്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ CTS ആണ് ഇത് ടീച്ചിങ്കാർക്കുള്ളത്, ഇത് ലേണിംഗ് ആണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്രന്റിഷിപ്പുകാർക്കുള്ളത് ഇത്, ദെൻ ബ്ലെൻഡഡ് ലേണിംഗ് അങ്ങനെ പറഞ്ഞ് കുറച്ചൊക്കെയുണ്ട്. അപ്പം CTS ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ താഴേക്ക് നോക്കുമ്പോൾ CTS എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് തുറക്കുന്ന പേജ് ഇതാണ്. പേജ് എടുക്കുമ്പോഴത്തേക്ക് യു ക്യാൻ സീ ഇൻഡിക്കേറ്റ്സ് ലേണിംഗ് കണ്ടന്റ് അവൈലബിൾ വീക്ക് ടോപ്പിക് വൈസ്. ക്ലിക്ക് ഹിയർ ഫോർ കോമൺ കോഴ്സ് ലേണിംഗ് മെറ്റീരിയൽ, നിമി, CTS അങ്ങനെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഈ ITയുടെ പല ട്രേഡുകളാണ് താഴെ കാണാൻ കാണുന്നത്. ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, ഇലക്ട്രോണിക്സ് മെക്കാനിക്സ്, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, ഇതൊന്നും നമുക്ക് വേണ്ട. സിവിലുകാർക്ക് വേണ്ടത് ഡ്രാഫ്റ്റ്സ്മാൻ സിവിലാണ്. ഇനി സർവേയറിൻ്റെ പോസ്റ്റിലേക്ക് പഠിക്കുന്നവർക്കാണ് താഴേക്ക് ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല. താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പം സർവേയർ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ സർവേയർ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് ഡ്രാഫ്റ്റ്സ്മാൻ സിവിലാണ് നമ്മൾ എടുക്കുന്നത്. സോ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വെൻ യു ക്ലിക്ക് ഓൺ ദാറ്റ് നമ്മൾ പോകുന്നത് ഇതുപോലെയാണ്. ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ബുക്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനകത്ത് സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്, അതുപോലെ തന്നെ എംപ്ലോയബിലിറ്റി സ്കില്ലുണ്ട്, ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്, മോക്ക് ടെസ്റ്റ് ഉണ്ട്, QP ആൻഡ് ക്യൂറിക്കുലം ഉണ്ട്, ലേണിംഗ് ഉണ്ട്. ഇതിൽ നമുക്ക് വേണ്ട ആൾക്കാർ സ്റ്റഡി മെറ്റീരിയലും ക്വസ്റ്റ്യൻ ബാങ്ക് 1. ക്വസ്റ്റ്യൻ ബാങ്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ക്വസ്റ്റ്യൻ ബാങ്കും എടുക്കാം, മോക്ക് ടെസ്റ്റും എടുക്കാം. അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് സിലബസ് ആണിത്. ട്രേഡ് പ്രാക്ടിക്കൽ വേണ്ട, നമുക്ക് വേണ്ടത് ട്രേഡ് തിയറി ആണ്. അപ്പോൾ ട്രേഡ് തിയറി എടുത്ത് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ അതിനകത്ത് ഹിന്ദി, ഇംഗ്ലീഷിലൊക്കെ നമുക്ക് ലാംഗ്വേജ്, നമുക്ക് ഇംഗ്ലീഷ് മതി. അപ്പോൾ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഫോർ എക്സാമ്പിൾ ഒരു സബ്ജക്റ്റ് ഞാൻ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ് എടുത്തു. വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ് എടുത്തു കഴിഞ്ഞാൽ സെമസ്റ്റർ 1 കണ്ടോ, ഇയർ 1, അതുപോലെ തന്നെ സെമസ്റ്റർ 1ൻ്റെ ഇംഗ്ലീഷ് ടേം,
ഇയർ 1 ഇംഗ്ലീഷ്. അവരെ ഹിന്ദിയാണിത്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് വേർഷൻ മതി. അപ്പോൾ ഇയർ 1 നമുക്ക് എടുക്കാം, ഇംഗ്ലീഷിൻ്റെ എടുക്കാം. സെമസ്റ്റർ 1 തുറന്ന് നോക്കാം, ഇയർ 2 എടുക്കാം. ഉണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓരോ സബ്ജക്ട്സും. അതുപോലെ ട്രാൻസ്മെൻ്റ് കംപ്ലീറ്റ് കോഴ്സസ്, അതായത് നമ്മുടെ സർവേ, നമ്മുടെ ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് വാല്യൂഷൻ, എല്ലാ സബ്ജക്ട്സും കൂടെ ചേർന്ന് ഇങ്ങനെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തെടുത്താൽ PDF ആയിട്ട് നോട്ട്സ് കിട്ടും. ഈ നോട്ട്സ് PDF ആയിട്ട് കിട്ടി എടുത്തിട്ട് എന്ത് ചെയ്യണം, നമ്മളിത് പ്രിൻ്റ് ഔട്ട് എടുത്ത് സ്പൈറലാക്കി വെച്ചിട്ടാണ് പഠിക്കേണ്ടത്. അപ്പോൾ ക്ലാസ്സസ് എടുക്കുന്ന സമയത്ത് ഈ സ്പൈറൽ നോട്ട്ബുക്ക് കൂടെ കയ്യിൽ കരുതിയതിന് ശേഷം നോട്ട്സ് മാറ്റമുള്ളതൊക്കെ വാല്യൂസ് നോട്ട് ചെയ്ത് നിമി ബേസ്ഡ് ആയിട്ട് ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. സോ ഇനി നിമി ബേസ്ഡ് ടെക്സ്റ്റ് ബുക്ക് എങ്ങനെ കിട്ടും എന്ന് വിചാരിക്കേണ്ട. സൈറ്റ് ബാല സ്കിൽസിൻ്റെ സൈറ്റിൽ കയറിയാൽ മതി. താങ്ക് യു ഓൾ.